കാലാകാലങ്ങളായിട്ട് മനുഷ്യരുടെ ഒരു പരാതിയായിരുന്നു അന്തരിച്ചു പോയവർക്ക് ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സേഫ് ലോക്കറിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ തിരിച്ചെടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റും. അപ്പോൾ അതിനെപ്പറ്റി റിസർവ് ബാങ്ക് ഈ 2025 ജനുവരിയിൽ പുതിയ കുറച്ച് ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു. അതിൽ മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ളത് മരിച്ചു പോയവരുടെ കാണാതായവരുടെ അക്കൗണ്ടിലുള്ള പണം പിൻവലിക്കുന്ന ഡിപ്പോസിറ്റ് പണം, പിന്നെ ലോക്കറിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണ്ടേ, പിന്നെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണണം. മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. നമ്മളെല്ലാവരും ബാങ്കുകളുമായിട്ട് പല കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ ബാങ്ക് മുഖാന്തരമാണല്ലോ നടക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ളൊരു ലക്കുണ ആയിരുന്നു FD, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ആൾ മരിച്ചു കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാനുള്ള പാട്. അതേപോലെ ലോക്കറിൽ കൊണ്ടുപോയി സാധനങ്ങൾ വെച്ചാലും ആൾ അന്തരിച്ചു കഴിഞ്ഞാൽ അതെടുക്കേണ്ട ബുദ്ധിമുട്ട്. സ്വർണം പണയം വെച്ച് കഴിഞ്ഞാലും ഇത് തന്നെ പ്രശ്നം. സ്വർണം പണയം വെക്കുമ്പോൾ ഒന്ന് നോമിനി വയ്ക്കാറില്ല. ബാങ്ക് ലോക്കറി വെക്കുമ്പോൾ നോമിനി. അക്കൗണ്ട്സ് ആണെങ്കിൽ ഐദർ ഓർ സർവൈവർ എന്നൊക്കെ പറഞ്ഞ് വയ്ക്കാം. പക്ഷേ FDക്കകത്ത് അതില്ല. നോമിനി ചില ബാങ്കുകൾ വെക്കാനുള്ള കോളം കാണും അപേക്ഷയിൽ, ചില ബാങ്കുകൾക്ക് അത് കാണത്തില്ല. റിസർവ് ബാങ്ക് ഈ 2025 ജനുവരിയിൽ ഒരു പുതിയ ഗൈഡ് ലൈൻസ് ഇറക്കി. ആ ബാങ്കുകൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യണം. അപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കൊക്കെയാണ് 5 ലക്ഷം വരെയും, നാഷണലൈസ്ഡ് മറ്റുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കാണ് 15 ലക്ഷം വരെയും നോമിനി ഉണ്ടെങ്കിൽ നോമിനിക്ക് കൊടുക്കാം. ഡെത്ത് സർട്ടിഫിക്കറ്റും ID പ്രൂഫും അപേക്ഷാ ഫോറവും ഹാജരാക്കണം. ഇനി നോമിനി ഇല്ലെങ്കിൽ ID പ്രൂഫും ഡെത്ത് സർട്ടിഫിക്കറ്റും പിന്നെ കോടതിയിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഓർഡർ, അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, സക്സഷൻ ആക്ട് പ്രകാരമല്ല, ഇതുണ്ടെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇതൊന്നുമില്ല, നോമിനി ഇല്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം വരുന്നത്. നോമിനി ഇല്ലെങ്കിൽ ഇപ്പം റിസർവ് ബാങ്ക് പറയുന്നത് നമ്മൾ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും അപേക്ഷാ ഫോറവും കൂടെ ഹാജരാക്കണം. ഇനി പിന്തുടർച്ചാവകാശം ഈ ഉണ്ടെങ്കിൽ തന്നെ ഡിസ്പ്യൂട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതികളിലൊന്നും ഇല്ല എന്നുള്ളതും രേഖയുണ്ട്. ഇനി വില്ല് എഴുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ അവിടെയും പ്രശ്നമുണ്ട്. ഇന്നയാൾക്കാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാലുള്ള എൻ്റെ സ്വത്തിൻ്റെ അവകാശം എഴുതി വെച്ചാലും അത് നേരത്തെ പ്രൊബേറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. പ്രൊബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കോടതിയിൽ അത് ഫയൽ ചെയ്ത് കോടതി നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ബില്ലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കോടതി ഒരു ഉത്തരവിടും. ആ ഉത്തരവിൻ്റെ കോപ്പി വെക്കണം 15 ലക്ഷത്തിൽ കൂടിയാൽ. ഇനി ഈ അപേക്ഷകളൊക്കെ കിട്ടിയാൽ നടപടിയെടുക്കേണ്ട ബാങ്കുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ രേഖകളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ പണം തിരിച്ചു കൊടുത്തിരിക്കണമെന്നാണ്. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ബാങ്ക് പെനാൾട്ടി തരണം. എത്ര പെനാൾട്ടി എന്നറിയാമോ? 4%. ആ കൂടെ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞൊരു 5.75 5.25% കൂടെ തരണം എന്നാണ് വെപ്പ്. അപ്പോൾ 5, 4, 9.25% ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് ഈ ബാങ്കുകൾക്ക് നമുക്ക് തരുന്നത് നീട്ടിക്കൊണ്ട് പോകാം, അവർക്കാ ലാഭം. സാധാരണ ആൾക്കാർ വിചാരിക്കും അവർ നമ്മൾക്ക് 9.25% തരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ലാഭം വരുന്നത്. നമ്മുടെ പണം അവിടെയാണ് കിടക്കുന്നത്, ലിക്വിഡ് ക്യാഷ്. അത് അവർ 15-16% ഇൻട്രസ്റ്റിൽ വേറെ ലോൺ കൊടുക്കും. നമുക്ക് 9.25 തരുന്നു, 15% അവർക്ക് കിട്ടുമെങ്കിൽ അവർക്ക് 5.25% ലാഭമേ ഉള്ളൂ. ഇതാണ്. അപ്പോൾ ഈ ലഘൂകരിച്ചെന്ന് പറയുന്ന ഈ റിസർവ് ബാങ്ക് ഇറക്കിയത് ഗൈഡ് ലൈനാണ്, ഇറ്റ് ഈസ് നോട്ട് എ റൂൾ. അപ്പോൾ ബാങ്കുകളോടൊക്കെ മാർച്ച് 31 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. അതിനനുസരിച്ചുള്ള അപേക്ഷാ ഫോറങ്ങളൊക്കെ ഉണ്ടാക്കണം. ഞാൻ ജൂലൈയിലൊരു ബാങ്കിലൊരു കാര്യത്തിന് ചെന്ന് ഇങ്ങനത്തെ നോമിനിയുടെ പേരൊന്നും വെക്കേണ്ടാത്ത കാര്യത്തിനായിരുന്നു, പണയം വയ്ക്കാൻ.
അപ്പം ഞാൻ പ്രായമായ ആളായതുകൊണ്ട് ആ ഓഫീസറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എനിക്കെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇത് വേറെ ആരെടുക്കുമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞ് ഇപ്പോഴത്തെ വ്യവസ്ഥ പ്രകാരം അങ്ങനത്തെ വകുപ്പുകളൊന്നും ഇല്ല. അതായത് റിസർവ് ബാങ്ക് കീഴിൽ നിന്ന് ഇറക്കിക്കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടും ബാങ്കുകളൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഇത് നമ്മുടെ ടിപ്പിക്കലി ഇന്ത്യയിലുള്ള ഗവൺമെൻറ് സിസ്റ്റത്തിലെ ഗവൺമെൻറ് ഓർഡറുകൾ അല്ലെ ഇതുപോലത്തെയുള്ള ഗൈഡ് ലൈൻസ് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യല്ല. അത് ഓർഡർ ഇറക്കിയ ഫയലിൽ തന്നെ ഇരിക്കും. ഓർഡറിൻ്റെ കോപ്പികളൊക്കെ എല്ലായിടത്തും കൊടുക്കും. ഈ കോപ്പി കിട്ടുന്ന ബാങ്കുകൾ അതവിടെ വെക്കത്തേ ഉള്ളൂ. ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെന്ന് ആരും ചോദിക്കത്തില്ല. അതാണ് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത. ഈ ഓർഡർ ഇട്ടയാൾ ആ ഓർഡർ നടപ്പാക്കിയോ എന്നുള്ള ഒരു ക്രോസ് ചെക്ക് ചെയ്യത്തില്ല. ഈ പണയം വെച്ച് കഴിഞ്ഞാൽ ഈ നോമിനി അവർ മനഃപൂർവ്വം വെക്കാത്തതാണ്. എത്രയോ വർഷങ്ങളായി നമ്മളൊരു ബാങ്ക് ലോണിന് അങ്ങോട്ട് ചെന്നാൽ നമ്മുടെ വസ്തുവകകൾ ഈട് കൊടുക്കണം, ഹൈപ്പോത്തറ്റിക്കേറ്റ് ചെയ്യണം, പണയപ്പെടുത്തി കൊടുക്കണം, അവർക്ക് രജിസ്ട്രാർ മുഖാന്തരം എഴുതി കൊടുക്കണം. അതുകൂടാതെ ഷുവറിറ്റി വേണം. അതുകൂടാതെ ജോലിയുള്ളയാളാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അവരുടെ പണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ വളരെ അത് സെക്യൂർ ആയിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മുടെ പണം അവിടെ കിടക്കുകയാണെങ്കിൽ അവർക്കത് എങ്ങനെ അടിച്ചു മാറ്റാമെന്നുള്ളത്. അതായത് ഈ സ്വർണം പണയം വെക്കുമ്പോൾ നോമിനി ഇല്ലാത്തതുകൊണ്ട് ധാരാളം സ്വർണം അവർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് മാർക്കറ്റിൽ. അതായത് കാലാവധി 1 കൊല്ലത്തെയാണ്, 1 കൊല്ലം കഴിഞ്ഞെടുത്തില്ല, അടുത്ത 1 മാസത്തിനുള്ളിൽ അവർക്ക് അത് ലേലം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് സ്വർണം മേടിക്കുന്ന ഗാങ്ങുകളുമുണ്ട്. ഈ മയക്കുമരുന്നും ചാര കള്ളക്കെടുത്ത് കൊണ്ടുവന്ന് മേടിക്കാൻ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു സെറ്റപ്പുണ്ട്. അതാണ് ഇതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പണ്ട് കാലം മുതലേ ആലോചിക്കേണ്ടത്. അതേപോലെ ലോക്കറിൻ്റെ അകത്ത് വെക്കുമ്പോൾ ഈ നോമിനിയൊന്നും വെക്കണ്ട. എന്താ വെച്ചതെന്ന് ബാങ്കിന് അറിയത്തുമില്ല, ബാങ്കിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ഈ വെച്ചയാൾ മരിച്ചു പോയാൽ നോമിനി അല്ലെങ്കിൽ സർവൈവറായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ രേഖകളെല്ലാം കൊണ്ട് ചെന്നാലേ കിട്ടത്തുള്ളൂ. ഡെത്ത് സർട്ടിഫിക്കറ്റ് കൂടാതെ അവർ പിന്തുടർച്ച അവകാശികളാണെന്നുള്ള രേഖ കോടതിയിൽ നിന്ന് ഇതിനൊരു സ്റ്റേ ഒന്നും മേടിച്ച് ആരും വെച്ചിട്ടില്ല എന്നത് നമ്മൾ കോടതി മുഖാന്തരമൊക്കെ പോയിട്ട് തെളിയിക്കണം. ഈ സിംപ്ലിഫൈ ചെയ്ത് പ്രൊസീജിയർ ഇറക്കി എന്നൊക്കെ നാട്ടിൽ ഘോഷിക്ക് രാഷ്ട്രീയക്കാർക്ക് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനേ കൊള്ളത്തുള്ളൂ. അതിനുവേണ്ടിയാണ് അതൊക്കെ ഇറക്കുന്നത്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ അവർ നടപടിയെടുക്കണം. അവരൊരു ഇൻവെൻറ്ററി ലിസ്റ്റ് ഉണ്ടാക്കും, ഒരു മൂന്നാമത്തെ ഒരാളെയും കൂടെ ചേർത്തുകൊണ്ട്. 15 ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എത്രയാണോ വാർഷിക വാടക നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് അതിൻ്റെ അത്രയും പൈസ, അതിൻ്റെ 100 ഇരട്ടി നമുക്ക് ഡെയിലി തരണം. അപ്പം അതിനവർ ആൾക്കാർക്ക് തോന്നുന്നു ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്. എന്ന് വെച്ചാൽ 5000 രൂപ ഒരു വാർഷിക വാടകയ്ക്ക് നമ്മളൊരു ലോക്കർ എടുക്കും. അവർ 15ാമത്തെ ദിവസം അതിന് 16ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് 100 ഇരട്ടി എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ ഇങ്ങോട്ട് തരണം. അത് അട്രാക്റ്റീവ് അല്ലേ? അതെ. പക്ഷേ അങ്ങനെ ഒരു ക്ലോസ് RBI വെച്ചെന്താ, ബാങ്കുകൾക്ക് എല്ലാവർക്കും ലോകത്തറിയാം. നമ്മൾ ഇപ്പോൾ 15 ദിവസം അപേക്ഷ കൊടുത്താൽ വിളിച്ചിട്ട് ഇൻവെൻറ്ററി എടുക്കാനായിട്ട് 1/2 മണിക്കൂർ എടുക്കത്തുള്ളൂ. 1/2 മണിക്കൂർ എടുത്ത് കഴിഞ്ഞിട്ട് ആ വന്നയാളുടെ എല്ലാം കൊടുത്തുവിടാം. അപ്പോൾ അവരുടെയും താമസം വരത്തില്ല. എന്നാൽ ജനങ്ങൾക്ക് തോന്നുന്നു അയ്യോ ഇത് ഭയങ്കര അട്രാക്റ്റീവാണല്ലോ. പക്ഷേ നമ്മുടെ പണം അവരുടെ കയ്യിലാണ് കിടക്കുന്നെങ്കിൽ, നമ്മുടെ ഈ സ്വർണ്ണം അവിടെ ഇരുന്നിട്ടല്ലേ അവർക്ക് വേറെ കാര്യം. നമ്മുടെ പണം അവരുടെ കയ്യിലാണ് FDയിൽ കിടക്കുന്നതെങ്കിൽ അവർ 4% വാർഷിക പലിശയാണ് തരുന്നത്. മനസ്സിലായില്ലേ? ഈ സർക്കാർ ഉത്തരവുകളുടെയൊക്കെ ഈ ഗ്ലിച്ച് എവിടെയാണ് കിടക്കുന്നത്? എല്ലാത്തിലും ഒരു ഹിഡൻ അജണ്ട ആണ് ഏത് ഉത്തരവ് വന്നാലും. അതേപോലെ സ്വർണ്ണപ്പണയത്തിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വർണ്ണപ്പണയത്തിന് അവർക്ക് നോമിനി വെക്കണ്ട. എന്നാന്ന് വെച്ചാൽ ഇവർ വന്ന് എടുത്തില്ലെങ്കിൽ പിറ്റേ മാസം അവർക്ക് വിൽക്കാം. പിന്നെ ആൾ മിസ്സിങ് ആയിട്ടുള്ളവരുടെ എങ്ങനെ ക്ലെയിം ചെയ്യുന്നുള്ളതാണ്. മരിച്ചോന്നും അറിയത്തില്ല, ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയത്തില്ല. അപ്പോൾ അതിനും അവർ പറയുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ്, വളരെ ചെറിയ എമൗണ്ട്, 1 ലക്ഷത്തിൽ താഴെയാണ് നിങ്ങൾ പോലീസിലൊരു പരാതി കൊടുക്കുക, ആളെ മിസ്സിങ്. അവരുടെ അന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ മതി, കാണാതെ പോയ ആളെ മരിച്ചതായി കണക്കാക്കാം. അങ്ങനെ പറയണേ അത് കിട്ടും. 1 ലക്ഷത്തിൽ കൂടിയാൽ പിന്നെ ബാക്കിയുള്ള എല്ലാ കോടതിയിൽ പോയിട്ട് കോടതി ഡിക്ലെയർ ചെയ്യണം ഈ മരിച്ചുപോയ ആൾ കാണാതെ പോയ ആൾ മരിച്ചതായിട്ട് കണക്കാക്കാം. പ്രൊസീജിയർ എല്ലായിടത്തും ചെയ്യാൻ പറ്റില്ല. സിംപ്ലിഫൈ ചെയ്യുന്നൊക്കെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സർക്കുലർ ഇറക്കുന്നേ ഉള്ളൂ. ഇവർ പണ്ട് കാലം മുതലേ ഇങ്ങനെ ഇറക്കുന്നത് RBI.
പക്ഷെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പാർലമെൻറ്റിൽ പറയാനും അസംബ്ലി പറയാനും ഉള്ള ഒരു വകുപ്പായിട്ട് ഒന്നോടെ ഇറക്കും. കുട്ടികളൊക്കെ പ്രീമിച്ചറായിട്ട് വിഡ്രോ ചെയ്യാനുള്ള ഒരു ക്ലോസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഡിപ്പോസിറ്റ് ചെയ്തയാൾ അന്തരിച്ചു കഴിഞ്ഞാൽ ഈ നോമിനികൾക്കൊക്കെ 3 മാസത്തിനുള്ളിൽ മരിക്കുകയാണെങ്കിൽ പിഴപ്പലിശ പിഴ ഈടാക്കാതെ ആ പൈസ തിരിച്ചു തരാമെന്ന്. പക്ഷെ തിരിച്ചു വേണ്ടിയ ആ പ്രൊസീജിയറൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കണം. പിന്നെ അതുകൂടാതെ 2 എണ്ണം ഇതിൻ്റെ അകത്ത് നല്ല 2 ക്ലോസ് ഉള്ളത്, 2 ഗൈഡ് ലൈൻ ഉള്ളത്. മാരകമായ രോഗമുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാനാണെന്ന് പറഞ്ഞാൽ ഈ 3 ഡിപ്പോസിറ്റ് കാലാവധിക്ക് മുമ്പായിട്ട് നമുക്ക് അത് പിൻവലിക്കാം. അതിനുള്ള രേഖകൾ കൊടുത്താൽ മതി. പിന്നെ 3-മത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായി നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചാൽ അന്നേരവും 3 മാസത്തിനുള്ളിൽ പിൻവലിക്കാം. അതായത് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ കാലാവധിയുടെ മിനിമമാണ് 3 മാസം. അതിൽ കുറഞ്ഞ കാലാവധികളുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റുകളില്ല. അതും പിൻവലിക്കാൻ. പ്രകൃതി ദുരന്തമുണ്ടായെന്ന് ഗവൺമെൻറ് നോട്ടിഫൈഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുതിയ ഗൈഡ് ലൈൻ ഈ 2025 ജനുവരിയിൽ റിസർവ് ബാങ്ക് ഇറക്കിയതിൽ ഈ 2 കാര്യം മാത്രമേ അതിൻ്റെ അകത്ത് ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ എളുപ്പത്തിൽ പ്രയോജനപ്രദമാകും. മറ്റതൊക്കെ കടമ്പകൾ, ഈ പറഞ്ഞ കണക്കുള്ള പല കടമ്പകളുണ്ട്, വർഷങ്ങളും ദശാബ്ദങ്ങളും ഒക്കെ നീണ്ടുപോകും ഇതൊക്കെ അവർക്ക് കിട്ടണമെങ്കിൽ, ഈ അന്തരിച്ചയാളുടെ സ്വത്തുക്കളൊക്കെ. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയി.